6 ലക്ഷം കോടി കടം വരുത്തി വെച്ചിട്ടാണ് ഈ മനുഷ്യർ ഇറങ്ങിപ്പോകുന്നത്, അല്ലെങ്കിൽ ഇറക്കി വിടുന്നത്. ഇവിടുത്തെ ഓരോ വോട്ടർമാരും ഈ വരുന്ന 4-ാം തീയതി, അടുത്ത മാസം 4-ാം തീയതി ഫലമറിയുമ്പോൾ ഇയാൾ തല താഴ്ത്തി കുമ്പിട്ട് നടന്നു പോകുമ്പോ ഒരു സംസ്ഥാനത്തെ ആകെ കടത്തിൽ മുക്കി കൊന്നിട്ടാണ് ഈ അധമൻ കസേര വിട്ട് ഒഴിഞ്ഞു പോകുന്നത് കേട്ടോ. ഒരു കാലത്തും പൊറുക്കില്ല, കേരളത്തിലെ ജനങ്ങൾ ഒരു കാലത്തും പൊറുക്കില്ല വിജയ, പൊറുക്കില്ല കേട്ടോ. ഇങ്ങനെ ഒരു മുഖ്യമന്ത്രി കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല കേട്ടോ. ഒരു നാടിനെ ആകെ കടത്തിൽ മുക്കിക്കൊണ്ട് ഏറ്റവും അവസാനം വയനാട്ടിലെ മുണ്ടക്കയിലും ചൂരൽമലയിലും കഴിഞ്ഞ 1-ാം തീയതി മാർച്ച് 1-ാം തീയതിയായിരുന്നു ഇവന്റെ ഉദ്ഘാടനം. അതായത് ആകെ 410 പേർക്ക് വീടുകൾ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അതില് 178 വീടുകളുടെ പണി പൂർത്തിയായെന്നും പറഞ്ഞിട്ട് മാർച്ച് 1-ന് ഒരു മാമാങ്കം നടത്തിയതിൽ കോടികളുടെ പരസ്യം ചെയ്തുകൊണ്ട് ഒരു വീട്ടിൽ പോലും ആൾക്കാർക്ക് താമസിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ പണി ഇപ്പോഴും പൂർത്തീകരിച്ചിട്ടില്ല. ആലോചിക്കണം നിങ്ങൾ. ആ ദുരന്തം നടന്നിട്ട് 2 വർഷമായി അല്ലെ, 2 വർഷമാകാറായി. ഈ നാട്ടിലെ സാധാരണ ജനങ്ങൾ കൊടുത്ത 775 കോടി രൂപ ഇവന്റെ ഫണ്ട് കിടക്കുകയാണ്. 775 കോടി രൂപ, അതിന്റെ 10-ൽ-1 ഭാഗം മതി ഈ വീടുകൾ ഉണ്ടാക്കി കൊടുക്കാൻ. 410 വീടുകൾ ഉണ്ടാക്കി കൊടുക്കാൻ അതിന്റെ 10-ൽ-1 ഭാഗം മതി. ചെയ്യുന്നില്ല ഈ ദുഷ്ടൻ. എന്നിട്ട് ഈ വസീഫും കൂട്ടരും എന്ന് പറഞ്ഞാൽ കുട്ടി സഖാക്കന്മാർ കോൺഗ്രസുകാർ വീടുണ്ടാക്കി കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട്, കോൺഗ്രസുകാർ വീടുണ്ടാക്കാൻ വേണ്ടി വാങ്ങിയ സ്ഥലം അവിടെ കല്ലിട്ട് പോയിട്ടേ ഉള്ളൂ, അവിടെ വീടുണ്ടാക്കിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ കുടിൽക്കട്ടി സമരം നടത്തുകയാണ് ആഭാസന്മാർ. ആലോചിച്ചോളൂ, ഇവനൊക്കെ കുടിൽക്കട്ടി സമരം നടത്തേണ്ടത് ക്ലിഫ് ഹൗസിന്റെ മുറ്റത്താണ്, പിണറായി വിജയന്റെ വീട്ടിന്റെ മുറ്റത്താണ്. നമ്മൾ കൊടുത്ത പൈസ കോടികൾ, 775 കോടി. അത് കഴിഞ്ഞിട്ട് കേന്ദ്ര സർക്കാർ കൊടുത്ത പണം. ഇതൊക്കെ ഫണ്ട് ഇതൊക്കെ വെച്ചിട്ട് വക മാറ്റിയോ എന്ന് നമുക്കറിയില്ല. അതൊക്കെ അവിടെ ഉണ്ടോ എന്നറിയില്ല, കട്ടുമുടിച്ചോ എന്നറിയില്ല, ഒരു കണക്കുമില്ല. എന്നിട്ട് ഈ 410 ആൾക്കാർക്ക് 2 കൊല്ലം കഴിഞ്ഞിട്ടും വീട് വെച്ച് കൊടുക്കാൻ പറ്റാത്ത നീയൊക്കെ എന്തിനാടോ ഭരിക്കുന്നത്? ഇവിടെ എന്തിനാടോ ഈ നാട് ഭരിക്കുന്നത്? കോൺഗ്രസുകാർ അവരുടെ പൈസക്ക് അവർ വെച്ച് കൊടുക്കാതിരിക്കുക ചെയ്യട്ടോ. വസീഫെ ഉളുപ്പിടോ. കോൺഗ്രസുകാർ പക്ഷെ വീട് വെച്ച് കൊടുത്തില്ല എന്ന് വിചാരിക്കാം. നീയൊക്കെ എന്ത് പുണ്ണാക്കാണോ ചെയ്യാൻ പോകുന്നത്? ഇത് CPM-കാരുണ്ടാക്കി കൊടുക്കുന്ന വീടല്ല കേട്ടോ. ഇവിടുത്തെ ജനങ്ങൾ, അതാണ് മമ്മൂട്ടി പറഞ്ഞത്, ഇവിടുത്തെ ജനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന വീടാണ്. അതാണോ ആദ്യം പൂർത്തീകരിക്കേണ്ടത്? കോൺഗ്രസുകാർ ഒരു വീട് ഉണ്ടാക്കി കൊടുക്കുന്നില്ല. താരൊക്കെ എന്ത് പുണ്ണാക്കാണ് ചെയ്യാൻ പോകുന്നത്? കോൺഗ്രസുകാർ ഒരു വീട് ഉണ്ടാക്കി കൊടുക്കുന്നില്ല എന്ന് വിചാരിക്കുക. കോൺഗ്രസുകാർ അവരുടെ ഒരു താല്പര്യം അനുസരിച്ച്, അവരുടെ ആഗ്രഹം അനുസരിച്ച് അവർക്ക് ഈ പറയുന്ന ദുരന്ത ബാധിതരോടുള്ള ഒരു സഹാനുഭൂതി കൊണ്ട് അവർ പറയുകയാണ് ഞങ്ങൾ ഒരു 100 വീട് ഉണ്ടാക്കി കൊടുക്കാമെന്ന്. അത് വൈകിപ്പോയത്രേ. മുസ്ലിം ലീഗ് 50 വീടുകൾ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞു, വേറെ 50 വീട് ഉണ്ടാക്കാൻ പോകുന്നു. ഇത് CPM-ന്റെതല്ലാതെ നമ്മുടെ പൈസ 770 കോടി രൂപ പോക്കറ്റിൽ ഇട്ടിട്ട് കേന്ദ്രം കൊടുത്ത വേറൊരു 800 കോടി അതും ഇട്ടിട്ട് ഏതാണ്ട് ഒരു 2000 കോടി ഫണ്ട് അവിടെ കിടക്കുകയാണ്. ഇതൊക്കെ ഒരു മാസം കൊണ്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റാവുന്ന സാധനമാണ് ഈ ദുഷ്ടൻ. 2 വർഷമായിട്ട് എന്ന് പറഞ്ഞാൽ പാവങ്ങൾ അത്ര മതിയെന്നേ. ദുരന്ത ഫണ്ട് കട്ടുപിടിക്കുന്ന ഒരു സർക്കാർ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? എന്നിട്ട് വീണ്ടും ഉളുപ്പില്ലാതെ വോട്ട് ചോദിക്കുകയാണ് സഖാക്കന്മാർ. ആരാണ് ഇവർക്ക് വോട്ട് ചെയ്യുക? ഈ അന്തംകമ്മികൾ, അതല്ലാതെ ഈ അടിമ കമ്മികൾ, അതല്ലാതെ വേറെ ആരാണ് ഇവർക്ക് വോട്ട് ചെയ്യുക? അടുത്ത തവണ UDF അധികാരത്തിൽ വരുമ്പോ UDF-കാർ ഒന്നോർത്താൽ മതി, നിങ്ങളെ ജയിപ്പിക്കാൻ പോകുന്നത് കോൺഗ്രസുകാരോ ലീഗുകാരോ ഒന്നുമല്ല, ഇവിടുത്തെ CPM-കാരാണ്. ഈ ദുഷ്ടൻ വീണ്ടും വരരുത്, ഈ MIS-നും മരുമോനും വീണ്ടും വരരുത് എന്ന് നിർബന്ധ ബുദ്ധിയുള്ള ഇവിടുത്തെ സഖാക്കളാണ് നിങ്ങളെ ജയിപ്പിക്കാൻ പോകുന്നത് കേട്ടോ. അത് മറന്നു പോകരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോ ചർച്ച ചെയ്യാമെന്നവർ എല്ലാവർക്കും നന്ദി, നമസ്കാരം.